Today we are going to discuss the topic the virial equation of states. Many equations of states are proposed. അതിൽ മോസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് virial equation of state. It is proposed by Kamerlingh-Wurtz. Virial equation of state for 1 mole of a gas ഇത് in the form of a power series of 1 by V ആണ്. Equation is PV is equal to RT into 1 plus B by V plus C by V square plus D by V cube plus etc. Here B, C, D etc. are the second, third, fourth virial coefficients. B, C, D ഇതൊക്കെ virial coefficients ആണ് and they are temperature dependent and characteristic of each gas. ഇക്വേഷനിലെ ബി അതായത് സെക്കൻഡ് വിരിയൽ കോഎഫിഷ്യൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ ടു ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ അറൈസിങ് ഫ്രം ദ ഇൻട്രാക്ഷൻ ഫ്രം പെയർസ് ഓഫ് മോളിക്യൂൾസ്. സി റെപ്രസെൻ്റ് ചെയ്യുന്നതോ ഡീവിയേഷൻസ് ഫ്രം ദി ഇൻട്രാക്ഷൻ ഫ്രം ട്രിപ്ലെറ്റ്സ് ഓഫ് മോളിക്യൂൾസ്. സക്സീഡിങ് ടേംസ് 4, 5 ഇതൊക്കെ മോളിക്യൂൾ ഇൻട്രാക്ഷൻ അറ്റ് എ ടൈം, അതായത് 4 മോളിക്യൂൾസിൽ നിന്നുള്ള ഇൻട്രാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഡീവിയേഷൻ 5 മോളിക്യൂൾസ്, അങ്ങനെയാണത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ജനറൽ കേസിൽ ബി ലോ ടെമ്പറേച്ചറിൽ ബീൻ്റെ വാല്യൂ നെഗറ്റീവാണ്. ദെൻ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അത് 0 ആകും, ദെൻ പോസിറ്റീവായിട്ട് മാറും. ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സെക്കൻഡ് വിരിയൽ കോഎഫിഷ്യൻറ്റ് ബി ഈസ് 0 ഫോർ എ ഗ്യാസ് ഈസ് കോൾഡ് ബോയിൽ ടെമ്പറേച്ചർ. ബി 0 ആവുന്ന ടെമ്പറേച്ചർ അതിനെയാണ് ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അറ്റ് ദിസ് ടെമ്പറേച്ചർ ദ ഗ്യാസ് ഒബേസ് ബോയിൽസ് ലോ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് പ്രഷേഴ്സ്. അതായത് ബോയിൽ ടെമ്പറേച്ചറിൽ അട്രാക്റ്റീവ് ഫോഴ്സസിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഇൻ്റർ മോളിക്കുലർ ഇൻട്രാക്ഷൻസ് എക്സാക്ട്ലി ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ദെൻ ദ ഗ്യാസ് അപ്പിയേഴ്സ് ടു ബിഹേവ് ഐഡിയലി. നെക്സ്റ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ വിരിയൽ ഇക്വേഷൻ ഈസ് പി വി is equal to RT into 1 plus B dash P plus C dash P square plus D dash P cube plus etc. B dash C dash D dash etc. are the temperature dependent virial coefficients. Next topic is van der Waals equation in virial form and derivation of an expression for boil temperature. van der Waals equation virial ഫോമിൽ എഴുതാണ്, പിന്നെ ബോയിൽ ടെമ്പറേച്ചറിനുള്ള ഡെറിവേഷനും എങ്ങനെയാണ് നോക്കാം. നമുക്കറിയാം for 1 mole of gas van der Waals equation is P plus A by V square into V minus B is equal to RT. നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ദെൻ നമ്മൾ P is equal to എന്ന് എഴുതുന്നു. ഇക്വേഷന് ജസ്റ്റ് റീ അറേഞ്ച് ചെയ്യാണ്. P is equal to V by V minus B ഇങ്ങോട്ട് എടുത്താൽ RT ഡിവൈഡഡ് ബൈ V minus B minus A by V square. This is the equation number 2. നെക്സ്റ്റ് വിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇവിടെയും വി ഉണ്ട്, ഇവിടെ വി ഉണ്ട്. ഒന്ന് വി മൈനസ് ബി ആണ്, അടുത്തത് വി സ്ക്വയർ ആണ്. വിനെ പുറത്തേക്ക് എടുത്താൽ പി ഇസ് ഈക്വൽ ടു ആർ ടി. വിനെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആർ ടി ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് റിമൈനിങ് ആയിട്ടുള്ളത്, വി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ദെൻ 1 മൈനസ് ബി ബൈ വി മൈനസ് എ ബൈ വി. ഇക്വേഷൻ നമ്പർ 3. ദെൻ വീണ്ടും നമ്മൾ ഇതിനെ റീഅറേഞ്ച് എഴുതാണ്.
പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി ബൈ വി മൈനസ് എ ബൈ വി. This is the equation number 4. Then 1 minus b by v നെ നമ്മൾ മുകളിലേക്ക് എടുത്തെഴുതാണ്. അപ്പോൾ എന്താവും? റേസ് ടു മൈനസ് 1 ആവും. ആർ ടി ഇൻറ്റു 1 മൈനസ് ബി ബൈ വി റേസ് ടു മൈനസ് 1 മൈനസ് എ ബൈ വി ഇസ് എ ബൈ വി. That is equation number 5. PV is equal to RT 1 minus B by V raised to minus 1 minus A by V. ജസ്റ്റ് ഇതൊന്ന് മുകളിലേക്ക് എടുത്തെന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ബി ഈസ് ലെസ് ദാൻ വി ആണ് അല്ലേ? നമുക്കറിയാം ഇവിടെ 1 മൈനസ് ബി ബൈ വി റേസ് ടു മൈനസ് 1ൽ ബി എന്ന് പറഞ്ഞാൽ വിനേക്കാളും ലെസ് ദാൻ ആണ്. സോ ബൈനോമിയൽ തിയറം വെച്ചിട്ട് 1 മൈനസ് ബി ബൈ വി റേസ് ടു മൈനസ് 1നെ എക്സ്പാൻഡ് ചെയ്യാണ്. എക്സ്പാൻഡ്സ് യൂസിങ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം എങ്ങനെ വരും? എക്സ്പാൻഡ് ചെയ്താൽ പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു 1 പ്ലസ് ബി ബൈ വി പ്ലസ് ബി സ്ക്വയർ വി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ഇ ക്യൂബ് പ്ലസ് എക്സെട്ര മൈനസ് എ ബൈ വി. ഇക്വേഷൻ നമ്പർ 6. എ ബൈ വി. ഇത് ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷനാണ്. ദെൻ നെക്സ്റ്റ് ചെയ്യുന്നത് ആർ ടി കൊണ്ട് ഈ ടേമിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാണ്. നമുക്കറിയാം 50/50 എന്ന് പറഞ്ഞാൽ 1 ആണല്ലേ, ഒരു ഡിഫറൻസ് വരില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. പി വി ഇസ് ഈക്വൽ ടു ആർ ടി, ഈ ടേം അതേപോലെ തന്നെ ബി ബൈ വി പ്ലസ് ബി സ്ക്വയർ വി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് വി ക്യൂബ് പ്ലസ് മൈനസ് എ ആർ ടി ബൈ വി ആർ ടി. This is the equation number 7. നമുക്കറിയാം ഈ രണ്ട് ടേമിലും ആർ ടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആർ ടീനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ് ഈ ടേമിനെയും കൂടെ. അപ്പോൾ എന്ത് വരും? ഈ ടേമിൽ നിന്ന് ആർ ടീനെ എടുത്ത് ആർ ടി ഇത് സെയിം ഉണ്ടാവും. 1 പ്ലസ് ബി ബൈ വി പ്ലസ് ബി സ്ക്വയർ ബൈ വി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ബൈ വി ക്യൂബ് പ്ലസ് എക്സെട്ര മൈനസ് A by VRT. This is the equation number 8. Then ഇവിടെയും വി ഉണ്ട് ഇവിടെയും വി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ടേംസിനെ ഒരുമിച്ചാക്കി എഴുതാണ്. അപ്പോൾ എന്ത് വരും? പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു 1 പ്ലസ് ബി ബൈ വി മൈനസ് എ ബൈ വി ആർ ടി plus b square by v square plus b cube divided by v cube plus etc. PV is equal to, this is the equation number 9. ഈ രണ്ട് കോമൺ ആക്കി നമുക്ക് വി ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ ആർ ടീനെ മുകളിലേക്ക് എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആക്കിയിട്ട് വി ഡിനോമിനേറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി വി ഇസ് ഈക്വൽ ടു ആർ ടി 1 പ്ലസ്
ബി മൈനസ് എ ബൈ ആർ ടി ഡിവൈഡഡ് ബൈ വി. ഇതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളൂ. ഇത് ജസ്റ്റ് നോക്കൂ, നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ബി ബൈ വി മൈനസ് എ ബൈ ആർ ടി ബൈ വി എന്ന് വരുമ്പോൾ വി ആർ ടി ആകും. ഇത് ടേം തന്നെ വരും. അതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. പ്ലസ് വി സ്ക്വയർ പ്ലസ് വി ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതിനെ കൊടുക്കാം ഇക്വേഷൻ 9. This is the van der Waals equation in virial form for 1 mole of gas. This is the van der Waals equation for 1 mole of gas in virial form. Virial form. നമ്മൾ വാൻ ഡെർ വാൾസ് ഇക്വേഷനിൽ നിന്നാണ് തുടങ്ങിയത്. എന്നിട്ട് നമ്മളത് വിരിയൽ ഫോമിലേക്ക് ആക്കി എടുത്തു. ഡിറൈവ് ചെയ്തത് അങ്ങനെയാണ്. ജസ്റ്റ് പി വി നമ്മൾ ഇതുവരെ ചെയ്തത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ആണിത്. അതിനൊന്ന് റീഅറേഞ്ച് എഴുതിയിട്ട് പി വി ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തും. ദെൻ ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്തു, ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ജസ്റ്റ് ഈ ടേംസിനെയും കൂടി ഉള്ളിലേക്ക് എടുക്കുന്ന രീതിയിൽ ചില റീഅറേഞ്ച്മെൻറ്റ് ചെയ്തു. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് എന്ത്, പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു 1 പ്ലസ് ബി മൈനസ് എ ബൈ ആർ ടി ബൈ വി പ്ലസ് ബി സ്ക്വയർ ബൈ വി സ്ക്വയർ പ്ലസ് വി ക്യൂബ് ബൈ വി ക്യൂബ് പ്ലസ് എക്സെട്ര. So this is the van der Waals equation for 1 mole of gas in virial form. Next, actual Camerling virial equation എന്താണ്, പി വി is equal to ആർ ടി ഇൻറ്റു 1 പ്ലസ് ബി ബൈ വി പ്ലസ് സി ബൈ വി സ്ക്വയർ പ്ലസ് ഡി ബൈ വി ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാണ്. 9ഉം 10ഉം തമ്മിൽ കമ്പയർ ചെയ്താൽ ഓരോ വിക്കുള്ള ടേം എന്താണ്, വി സ്ക്വയർ സി ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ ആർ ടി അല്ലേ. ബി ആണ്, ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ ആർ ടി. ഗിവൺ ടെമ്പറേച്ചർ വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻ്റ് ആയ എൻ്റെയും ബിൻ്റെയും വാല്യൂ അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ബോയിൽ ടെമ്പറേച്ചർ. ബോയിൽ ടെമ്പറേച്ചറിൽ ബിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ബോയിൽ ടെമ്പറേച്ചർ ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ബി ഫോർ എ ഗ്യാസ് ബിക്കംസ് 0. അപ്പോൾ നമ്മൾ ബോയിൽ ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. ബി 0 ആണ്, ടി എന്ന് പറയുന്നത്, അതായത് ടി ഈസ് ഈക്വൽ ടു ടി ബി ആവുമ്പോൾ എന്തായിരിക്കും, ബി ഈസ് ഈക്വൽ ടു 0. ഈ കണ്ടീഷൻ ഒന്ന് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാണ് ഇക്വേഷനിൽ. ഇക്വേഷൻ 11 ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പം 0 ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ ആർ ടി എന്താണ്, ടി ബി ആണ് അല്ലേ. അതാണ് ബോയിൽ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ബോയിൽ ടെമ്പറേച്ചറിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു എ ബൈ ആർ ടി ബി. ദെൻ ടി ബി ഈസ് ഈക്വൽ ടു, ടി ബിനെ എങ്ങോട്ട് എടുത്ത്, ബിനെ എങ്ങോട്ട് എടുത്ത്, എ ബൈ ആർ ബി. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ബോയിൽ ടെമ്പറേച്ചർ. Question number 12. ആക്ച്വൽ ടി ബി, ചില ഗ്യാസസിൻ്റെ ആക്ച്വൽ ടി ബി എന്ന് പറയുന്നത്, അതായത് ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വാൻ ഡെർ വാൾസ്, അതൊരു ലിമിറ്റേഷൻ ഓഫ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ആണ്.
കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂം ആക്ച്വൽ ബോയിൽ ടെമ്പറേച്ചർ നമ്മൾ ഡിഫറൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ O2ൻ്റെ TB വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് 521.2. അതേപോലെ നൈട്രജൻ്റെതും കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 433 കാൽക്കുലേറ്റ് ചെയ്തിട്ട്. പക്ഷേ ആക്ച്വൽ കേസിൽ അതെന്താണ്? ഓക്സിജൻ്റെത് 405.9 അതേപോലെ നൈട്രജൻ്റെത് 327.2 ഡിഫറൻസ് വരുന്നുണ്ട്. അത് ലിമിറ്റേഷൻ ഓഫ് വാൻ ഡെർ വാൾസ് ഇക്വേഷനാണ്.